അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ഓരോ ഓരോ കളറിനും തിരങ്കയുടെ ഓരോ കളറിനും ത്രിവർണ്ണ പതാകയ്ക്ക് ഓരോ നിറത്തിനും ഓരോ കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഏറ്റവും മുകളിലുള്ള ചുവന്ന നിറം എന്ന് പറയുന്നത് സാഫ്രൻ കളർ, അതെ, കുങ്കുമ നിറം എന്ന് പറയുന്നത് ഒരു ധൈര്യത്തിന്റെയും ശക്തിയുടെയും ഒക്കെ പ്രതീകം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതിന് മറ്റൊരു, അതായത് ശരിക്കും ഈ ഒരു നമ്മുടെ സ്വരാജ് ഫ്ലാഗ്, അതായത് നടുക്ക് ചക്രം വന്ന ഫ്ലാഗ് ഇത് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫിലോസഫറിൻ്റെ ഇതും കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ അതിനെക്കുറിച്ച് അദ്ദേഹം വായിക്കുന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്ന് പറഞ്ഞാൽ ശരിക്കും കാവി നിറം എന്ന് പറഞ്ഞാൽ സന്യാസികളുടെ ആ ഒരു ഡിസ്എൻഗേജ്മെൻറ്റ്, ആ ഒരു ഒട്ടും അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ ഫ്രീ ആയിട്ടുള്ള ആ ഒരു കാര്യത്തെ കൂടെ പ്രതീകവൽക്കരിക്കുന്നുണ്ട് എന്നുള്ളത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും മുകളിലുള്ള കുങ്കുമനിറം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വരുന്നതെന്ന് പറയുന്നത് വെള്ളനിറം എന്നാണ്. വെള്ളനിറം ഒരു ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒക്കെ നിറമാണ്, ധർമ്മത്തിന്റെ നിറമാണ്. പിന്നെ വരുന്നത് ഗ്രീൻ എന്ന് പറയുന്നത്, പച്ചനിറം എന്ന് പറയുന്നത് ഹരിതാവയെയും സമ്പൽ സമൃദ്ധിയെയും ഒക്കെ സൂചിപ്പിക്കുന്നു, ഭൂമിയുടെ പച്ചപ്പിനെ പ്രതീകവൽക്കരിക്കുന്നു. ഇങ്ങനെ തികച്ചും ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ദേശീയ പതാക. ഫിലോസഫിക്കൽ ലെവലിൽ ഒരു അർത്ഥം, കമ്മ്യൂണൽ ലെവലിൽ ഒരു അർത്ഥം, പിന്നെ അല്ലാതെ അല്ലാതെ തന്നെ ഇപ്പൊ പറഞ്ഞ ഒരു ജനറൽ അർത്ഥം, ഇങ്ങനെ ഒത്തിരി അധികം അർത്ഥങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വേണമെങ്കിൽ നമുക്കത് ഇന്റർപ്രറ്റ് ചെയ്യാം, തീർച്ചയായിട്ടും ഇന്റർപ്രറ്റ് ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും. ഏതായാലും മറ്റൊരു സെഗ്മെന്റ് കണ്ടതിന് ശേഷം തിരികെ എത്താം. പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ കൗമുദി TV പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മൾ സംസാരിക്കുന്നത് വീടുകളിൽ ദീപം കത്തിക്കുന്നതിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ചാണ്. നമ്മൾ, എനിക്ക് തോന്നുന്നു, ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും വീടുകളിൽ വൈകുന്നേരം സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനാ സമയത്തോ ഒക്കെ ദീപം കത്തിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിളക്ക് കത്തിക്കുന്നത് എന്തിനാണ്, ഇതിൻ്റെ പ്രസക്തി എന്താണ്, ഇത്തരം കാര്യങ്ങളൊന്ന് പറയാമോ? അതായത് വിളക്ക് കത്തിക്കുന്നത് തന്നെ പലരുടെയും വിശ്വാസ പ്രമാണം അനുസരിച്ച്, ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് വിളക്ക് കത്തിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ട് തിരിയിട്ട് കത്തിക്കുന്നത്, ഒരു തിരി സൂര്യനും മറ്റൊരു തിരി ചന്ദ്രനുമാണ്. അങ്ങനെയുള്ള രീതിയിലാണ് ആചാര്യന്മാർ ഈ ജനങ്ങളെ പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ഈ രണ്ട് തിരിയുടെ രീതി വന്നത് തന്നെ ഏകദേശം ഒരു 10-12 വർഷത്തിനുള്ളിൽ മാത്രമാണ്. അതിനു മുമ്പെല്ലാം ഭവനങ്ങളിൽ നമ്മുടെ പൂർവികമായ രീതിയിലുള്ള ആചാരം അനുസരിച്ചായിരുന്നു ദീപങ്ങളെല്ലാം കത്തിച്ചിരുന്നത്. പക്ഷെ പിൽക്കാലത്ത് ആരുടെയോ കുബുദ്ധിയിൽ വന്ന ഒരു തന്ത്രമാണ് ശരിക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം. അതാണ് രണ്ട് തിരി. അതിൻ്റെ വിശദീകരണം അവർ കൊടുക്കുന്നത്, കിഴക്കോട്ടുള്ള തിരി സൂര്യനും പടിഞ്ഞാറോട്ടുള്ള തിരി ചന്ദ്രനും, അങ്ങനെ രണ്ടു പേർക്കാണ് ദീപം കത്തിക്കുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, സൂര്യചന്ദ്രന്മാർക്ക് നമ്മൾ ദീപം തെളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതായത് സൂര്യനാണ് നമുക്ക് വെളിച്ചം തരുന്നത്. സൂര്യൻ വരാതിരുന്നാൽ വെളിച്ചം ഉണ്ടാവില്ല. അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് രാത്രി സ്വയം പ്രകാശിക്കാത്ത ചന്ദ്രൻ നമുക്ക് നിലാവ് പോലെ തരും. അപ്പോൾ ഈ രണ്ടു പേർക്കും വേണ്ടിയിട്ട് നമ്മൾ ദീപം കത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അബദ്ധമാണ് അല്ലേ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, കത്തുന്ന തിരി ജീവാത്മാവും ഒഴിക്കുന്ന എണ്ണ പരമാത്മാവുമാണ്. അപ്പോൾ അതിൻ്റെ പ്രമാണം തന്നെ നമ്മൾ ദീപം കത്തിക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവുമായ സർവേശ്വര എന്ന് പ്രാർത്ഥിച്ചാണ് ശരിക്കും ദീപം കത്തിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ പിതാക്കന്മാരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും. പൂർവികതയിൽ വീടുകളിലെല്ലാം ദീപം കത്തിച്ചിരുന്നത് ഒരു തിരി വെച്ചാണ് കത്തിച്ചിരുന്നത്. ഏകദീപം ഗണേശന്, അതായത് ഒരു തിരി വെച്ചാൽ അത് ഗണേശനാണ് വിളക്ക്. അതായത് നമ്മൾ ദീപം കത്തിക്കുന്നതെല്ലാം ദേവന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ സൂര്യചന്ദ്രന്മാർ ദേവനല്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. സൂര്യചന്ദ്രന്മാർ നവഗ്രഹങ്ങളിൽ 2 പേരാണ്. ഇത് തന്നെ പ്രകൃതിയുടെ ശക്തികളുമാണ്. അപ്പോൾ ദേവത എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന മറ്റുള്ള പോസിറ്റീവ് എനർജികളാണ് ദേവതാ സങ്കല്പമായിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ ഈ ദേവതാ സങ്കല്പങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭവനങ്ങളിൽ ദീപം തെളിയിക്കുന്നത്. സാർ, ഒരു കാര്യം ചോദിച്ചിട്ട്, എത്ര തിരിയിട്ട് കത്തിക്കണം എന്നുള്ളതിന് കണക്കുണ്ട്. അതാണ് ദീപപ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ രീതി തന്നെയാണ് ഏകദീപം ഗണേശന്. ഒരു തിരി വെച്ച് കത്തിച്ചാൽ ഗണപതി ഭഗവാന് വിളക്കാവും. അപ്പോൾ ഗണപതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ തടസ്സങ്ങളും തീരും, ധനവും കിട്ടും. അതാണ് ഗണപതി. അതെ, എല്ലാം മാറും. അതാണ് പൂർവിക കണക്ക്. അപ്പോൾ ദീപം, അതായത് 2 തിരി, ഒരു തിരി കഴിഞ്ഞിട്ട് അടുത്തത് 2 തിരിയാണ്. അപ്പോൾ ദീപം ബലാബലം,
ബലാബലം എന്ന് വെച്ചാൽ ആ വീട്ടിൽ വരവ് എത്ര വന്നാലും അത്ര തന്നെ ചെലവും വരും, അതാണ് ബലാബലം. അതേപോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ ആവശ്യമില്ലാതെ വടംവലി ഉണ്ടാവും. ബലാബലം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മത്സരം. അപ്പോൾ ഈ രണ്ട് തിരി കത്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് സാമ്പത്തികം എത്ര കണ്ട് ശ്രദ്ധിച്ച് കൊണ്ടുവന്നാലും ഈ രണ്ട് തിരി എരിയുന്ന ഭവനത്തിൽ പണം നിൽക്കില്ല. അതായത് ബലാബലമാണ്, വരവും ചെലവും ഒപ്പത്തിനൊപ്പം തന്നെ വരും. അതേപോലെ ഭാര്യാഭർത്തൃ ദമ്പതികൾ തമ്മിൽ മത്സരബുദ്ധി ഉണ്ടാവും, അതാണ് രണ്ട് തിരി. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിയാതെ തന്നെ അബദ്ധങ്ങൾ നമ്മൾ തന്നെ കാണിച്ചു വയ്ക്കുന്നുണ്ട്, അറിവില്ലായ്മയാണ്. അപ്പോൾ ഈ അറിവില്ലായ്മയിലൂടെ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മൾ എന്നിട്ട് ചിലർ പറയും എത്ര പണം കിട്ടിയാലും നിൽക്കുന്നില്ല, എന്താ ഒരു മാർഗം, ഇങ്ങനെയൊക്കെ ചോദിച്ച് വിളിക്കുന്ന ഇഷ്ടംപോലെ ഫോൺ കോൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഒന്ന് ഈ ദീപപ്രമാണം തന്നെയാണ്. അപ്പോൾ ഏകദീപം ഗണേശന്, ദ്വിദീപം ബലാബലം. അടുത്തത് ത്രിനാളങ്ങൾ. ത്രിനാളങ്ങൾ എന്ന് പറഞ്ഞാൽ 3 ദീപം. ത്രിനാളങ്ങൾ ശൈവ വൈഷ്ണവ ശാക്തേയം, ശിവനും വിഷ്ണുവിനും ദേവിക്കും വിളക്ക്. അതാണ്, അതായത് ബ്രഹ്മാവിന് പൂജ നിഷ്കർഷിച്ചിട്ടില്ല, നിഷ്കർഷിക്കാത്തത് കൊണ്ടാണ് ബ്രഹ്മദേവന് വിളക്ക് നമ്മൾ വയ്ക്കുന്നില്ല. ശിവനും വിഷ്ണുവിനും ദേവിക്കുമാണ് വിളക്ക്, അതാണ് ശൈവ വൈഷ്ണവ ശാക്തേയം. അപ്പോൾ 3 തിരി വയ്ക്കുമ്പോൾ ഒരു തിരി കിഴക്കോട്ടും വേറൊരു തിരി തെക്ക് പടിഞ്ഞാറും മറ്റൊരു തിരി വടക്ക് പടിഞ്ഞാറ്, ത്രികോണത്തിൽ മാത്രമേ ദീപം വരാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് ശരിക്ക് ഈ ത്രിനാളങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നിഷ്കർഷിക്കുന്ന ഒരു ദീപം. അതായത് 3 വിധത്തിലുള്ള ദേവീദേവന്മാർക്കും നമ്മുടെ ഭവനത്തിൽ ദീപം കത്തും. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പൂർവ്വകാലത്തിൽ ഏകദീപം, ദ്വിദീപം, ത്രിദീപം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അടുത്തത് ചതുർത്ഥം. ചതുർത്ഥം എന്നാൽ 4 ദീപം കത്താന്നുള്ളതാണ്. ചതുർത്ഥം രോഗലക്ഷണം. ചതുർത്ഥം എന്ന് പറഞ്ഞാൽ 4 തിരി കത്തിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ രോഗം വരാനുള്ള ചാൻസ് കൂടുമെന്ന് അർത്ഥം. 4 തിരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും വരുന്ന അബദ്ധങ്ങളുണ്ട്. 2 തിരി മുമ്പോട്ട് കൂമ്പി കൈ കൂപ്പുന്ന പോലെ ഇടും, 2 തിരി പിന്നിലോട്ടും കൈ കൂപ്പുന്നു, അപ്പോൾ 4 തിരിയായി. അപ്പോൾ ഈ 4 തിരി വരുമ്പോൾ തന്നെ അവിടെ രോഗം ഉറപ്പായിട്ടുണ്ടാവും, അതാണ് രോഗലക്ഷണം. നമ്മളിപ്പോ ഒറ്റ തിരിയായിട്ടേ ഇടാവുള്ളൂ, ഒറ്റ തിരിയായിട്ട് ഇടാം, 3 ത്രികോണ രീതിയിൽ ഇട്ടാൽ പോലും ഒറ്റ തിരിയേ പാടുള്ളൂ. അപ്പോൾ ചതുർത്ഥം രോഗലക്ഷണമാണ്, രോഗം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് അർത്ഥം. അടുത്തത് പഞ്ചമം. പഞ്ചമം ഭദ്രദീപമാണ്, ആത്മീയ കാര്യങ്ങൾക്ക്. അതാണ് ഓരോ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ഉദ്ഘാടനം, വിവാഹത്തിന്റെ സമയത്തൊക്കെ പഞ്ചദീപം. അതാണ്, അതായത് ഭദ്രദീപം കത്തിക്കാന്ന് പറയും, എല്ലാ കാര്യങ്ങളും ഭദ്രമായി. അതാണ് ഉദ്ഘാടനം. അങ്ങനെയുള്ള എന്ത് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എല്ലാവരും 5 തിരി ഇടുന്നതിന്റെ പ്രസക്തി തന്നെ ഭദ്രമാവണം, കാര്യങ്ങളെല്ലാം ഭദ്രമാവണം. അതാണ് ഭദ്രദീപം. ആത്മീയ കാര്യങ്ങൾക്ക്, ആത്മീയ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവിക കാര്യങ്ങൾക്കെല്ലാം ഭദ്രദീപം കത്തിക്കാനാണ് പൂർവിക ആചാര്യന്മാർ ഉത്കർഷിക്കുന്നത്. അപ്പോൾ ഭദ്രദീപം കത്തിക്കുക എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ശൈവ വൈഷ്ണവ ശാക്തേയം, പിന്നെ നാഗദേവതകൾക്കും അതുകൂടാതെ പിതൃക്കൾക്കും വിളക്കായി. അങ്ങനെയാണ് അതിൻ്റെ ദേവതാ സങ്കല്പം. അപ്പോൾ ഇതൊക്കെ പലരും തെറ്റിദ്ധരിച്ചിട്ട് ഉദ്ഘാടന സമയത്തൊക്കെ 2 തിരിയിട്ട് കത്തിക്കാറുണ്ട്. അപ്പോൾ അവർ ഇതാണ് ശരിയെന്ന് പറയും. അപ്പോൾ ഇത് ശരിയെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആചാര്യന് എന്താണ് അതിൻ്റെ പൊരുളെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, വലിയ ക്ഷേത്രത്തിലെ വലിയ മേൽശാന്തിയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ വലിയ തന്ത്രിയാണ് പറഞ്ഞത്, ഇതൊക്കെയാണ് ജനം പറയുന്നത്. അപ്പോൾ വലിയ തന്ത്രി എന്ന് പറഞ്ഞാൽ ജന്മബ്രാഹ്മണൻ പറഞ്ഞു എന്ന് പറയും. ജന്മബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, അതാണ് ജന്മബ്രാഹ്മണൻ. കർമ്മബ്രാഹ്മണൻ എന്ന് പറയുന്നത് കർമ്മത്തിലൂടെ ബ്രാഹ്മണ്യം നേടുന്നതാണ് കർമ്മബ്രാഹ്മണൻ. അപ്പോൾ പൂർവ്വകാലത്ത് ഈ ജന്മബ്രാഹ്മണൻ കർമ്മബ്രാഹ്മണൻ അങ്ങനെ ഒരു കണക്കില്ലായിരുന്നു. പൂർവ്വകാലത്ത് കർമ്മം ചെയ്യുന്നവൻ തന്നെയായിരുന്നു കർമ്മബ്രാഹ്മണനായിട്ട് വന്നു. പിന്നീട് കുലം തിരിഞ്ഞ് ജനിക്കുന്ന കുലത്തിലേക്ക് ബ്രാഹ്മണ്യം മാറിപ്പോയി, അതാണ് സംഭവിച്ചത്. അപ്പോൾ ജനത്തിനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞാൽ, ഈ 2 വർഷം കഴിഞ്ഞ് പറയുകയാണ് ഇത് 100 നൂറ്റാണ്ട് പഴക്കമുള്ള സംഭവമാണെന്ന് പറഞ്ഞാൽ ജനം ഉടനെ അതങ്ങ് വിശ്വസിക്കും. പിന്നെ കുറേ നോട്ടീസ് അടിച്ചിറക്കി അതിൻ്റെ കുറച്ച് പേരെ, പ്രഗത്ഭരായ കുറച്ച് പേരെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് പ്രസംഗമൊക്കെ നടത്തി കഴിഞ്ഞാൽ അവർ പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ ഊന്നി പറയും. ആ ഊന്നി പറയുന്നതോട് ഇത് സത്യമായി. അതാണ് ഒരു നുണ 10 പ്രാവശ്യം പറഞ്ഞ സത്യമാവെന്ന് പറയുന്ന കാരണം. ഒരിക്കലും ഈ നുണ സത്യം ആവില്ല, പക്ഷേ 10 പ്രാവശ്യം വേണ്ടവർ പറഞ്ഞാൽ, വേണ്ടവർ വേണ്ട പോലെ പറഞ്ഞാൽ അത് സത്യമെന്ന് ജനം ധരിച്ചു പോകും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഭദ്രദീപം വേണമെങ്കിൽ നമുക്ക് 1 തിരി കത്തിക്കാം, 3 തിരി കത്തിക്കാം, അല്ലെങ്കിൽ 5 തിരി കത്തിക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭദ്രമായി ഭദ്രദീപം. അപ്പോൾ ഇത് തന്നെ ചില ആചാര്യന്മാർ പറയുന്നത് ഭദ്രദീപം ക്ഷേത്രങ്ങളിൽ മാത്രമേ പാടുള്ളൂ, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ചടങ്ങുകൾക്ക് മാത്രമേ പാടുള്ളൂ, അല്ലാതെ ഭവനങ്ങളിൽ നിഷിദ്ധം എന്ന് പറയുന്നുണ്ട്. അപ്പം നിഷിദ്ധം എന്ന് പറയുന്നവർ എന്താ കാരണം എന്നും കൂടി പറയുന്നില്ല. നിഷിദ്ധമാണ്, പാടില്ല, കാരണം പറയണ്ടേ? കാരണമില്ല. അത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഒരു ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ പൂജാദ്രവ്യങ്ങൾ ക്ഷേത്രങ്ങളിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ജാതി നോക്കിയിട്ട് മാത്രമേ അവർ സ്വീകരിക്കുള്ളൂ.
അതായത് സവർണ ജാതികൾ കൊടുത്താൽ മാത്രമേ പൂജാദ്രവ്യങ്ങൾ ഭഗവാന് സ്വീകരിക്കും. ചില ക്ഷേത്രങ്ങളിൽ സ്വീകരിക്കുകയുള്ളൂ. അപ്പം അതിൻ്റെ കാരണം ചോദിച്ചാൽ ഉടനെ പറയും അത് ഹീനജാതി കൊണ്ടുവന്നാൽ സ്വീകരിക്കാൻ പാടില്ല. അതായത് സവർണ ആണ് ഉത്കൃഷ്ട ജാതി, മറ്റെല്ലാം ഹീനജാതിയാണ്, അതായത് കാണാൻ പാടില്ലാത്ത ജാതി. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വിഡിത്തം എന്താണെന്ന് വെച്ചാൽ ഈ ഹീനജാതി പൂജാദ്രവ്യങ്ങൾ വയ്ക്കുമ്പോൾ നിഷിദ്ധവും, എണ്ണ മുതൽ ചന്ദനത്തിരി, കർപ്പൂരം ഇതെല്ലാം സ്വീകരിക്കും, പൂക്കൾ മാത്രമാണ് നിഷിദ്ധം. ഇതിൻ്റെ വിഡിത്തമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വിലയുള്ള എന്ത് ദ്രവ്യങ്ങളും ഏത് ജാതി വെച്ചാലും അത് സ്വീകരിക്കും. അതേപോലെ ധനം വെച്ചാൽ നിങ്ങൾ 100 രൂപയോ 100 നോട്ടോ 10 നോട്ടോ എന്ത് വെച്ചാലും ഇതെല്ലാം ശ്രീകോവിലിൽ സ്വീകരിക്കും. പക്ഷേ പൂജാദ്രവ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നിഷിദ്ധം. പ്രത്യേകിച്ച് പൂക്കൾക്ക് അല്ലേ? പൂക്കൾ നിഷിദ്ധം, അതിന് വിലയില്ലാത്തതുകൊണ്ടാണ്. അതിന് കാരണം. അപ്പോൾ വിലയില്ലാത്ത വസ്തുക്കളെല്ലാം നിഷിദ്ധവും വിലയുള്ള ദ്രവ്യങ്ങളെല്ലാം സ്വീകരിക്കും. അപ്പോൾ ഇതിൻ്റെ വിഡിത്തം ജനം മനസ്സിലാക്കണം. അപ്പോൾ നമ്മളത് ഇതെല്ലാം നിങ്ങൾ അവരെ ചോദ്യം ചെയ്യാൻ വേണം. അങ്ങനെ സ്വീകരിക്കാതെ ഇരിക്കുക, സ്വീകരിക്കുക. അപ്പോൾ എന്താ കാരണം ചോദിക്കുക. അപ്പോൾ അവർ ഉടനെ നിങ്ങളോട് പറയും ഈ ദ്രവ്യങ്ങളെല്ലാം, അതായത് വിലയുള്ള വസ്തുക്കളെല്ലാം ഞങ്ങൾ പുണ്യാഹം തളിച്ചിട്ടാണ് ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത്, അതുകൊണ്ട് സ്വീകരിക്കുക. അല്ലെങ്കിൽ ധനം പുണ്യാഹം തളിക്കും. അപ്പം അതേപോലെ തന്നെ ഈ പൂക്കൾക്കും പുണ്യാഹം തളിച്ചാൽ പോരെ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചോദ്യം ചെയ്യണം. കാരണം ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് കൈകാര്യം ചെയ്യുന്ന ആചാര്യന്മാർക്കും ഇതിൻ്റെ ശരിയും തെറ്റുമെന്ന് അറിഞ്ഞുകൂടാന്നുള്ളതൊരു സത്യമാണ്. അതേപോലെ ഈ കൊണ്ടു ചെല്ലുന്നവർക്കും ഇതിൻ്റെ ശരിയും തെറ്റും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് 2 പേര് ഇതിൻ്റെ ഉടയക്കാരാണ്. കാരണം അവർക്ക് ഭയമാണ്. കൊണ്ടു ചെല്ലുന്നവർക്ക് ഇനി എന്തും വിചാരിക്കും, ഈ അമ്പലശാന്തിക്കാരൻ എന്ത് പറയും, അല്ലെങ്കിൽ കോപം, ബ്രാഹ്മണശാപം ലഭിക്കും. ഈ ബ്രാഹ്മണശാപം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദുർവാസാവ് മഹർഷിയുടെ അവതാരമാണോ ഈ ബ്രാഹ്മണം എന്ന് പറയുന്ന ആളുകൾ? അതായത് ദുർവാസാവ് മഹർഷി വഴിയിൽ പോകുന്ന ആരെ കണ്ടാലും ശപിക്കും. അപ്പം അങ്ങനെ ശപിച്ച് പോകുന്ന ഒരു മഹർഷിയാണ് ദുർവാസാവ്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണശാപം എന്ന് പറയുമ്പോൾ ഈ ബ്രാഹ്മണ വിഭാഗം എന്ന് പറയുന്നവരെല്ലാം മനുഷ്യരെ ശപിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജനിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണെന്നാണ് ജനം ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾ തന്നെയാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവ സൃഷ്ടിയിൽ ആകെ 2 ജാതിയേ ഉള്ളൂ, ആണും പെണ്ണും. ഈ 2 ജാതിയിൽ സ്ത്രീകൾക്ക് ഋതുമതി കാലഘട്ടം, ഈ കാലഘട്ടത്തിൽ മാത്രമേ ഭഗവാനോട് അടുക്കാൻ പറ്റാത്തൊരു കാലമുള്ളൂ. അല്ലാത്ത ഏതൊരു കാലഘട്ടത്തിലും ഏതൊരു മനുഷ്യർക്കും ഭഗവാന്റെ മുമ്പിൽ തുല്യ സ്ഥാനമാണ്. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളൊരു കാര്യം നമ്മളിപ്പോൾ എല്ലാവരും അഭ്യസ്തവിദ്യരാണ്. ഇന്നത്തെ സമൂഹം, കേരള സമൂഹം അഭ്യസ്തവിദ്യരാണെന്ന് പൊതുവെ ധരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവർക്ക് വിവരം എന്ന് പറയുന്നത് വയറ്റിപ്പഴപ്പിനുള്ളത് മാത്രമേ ഉള്ളൂ. വിവേകം എന്ന് പറയുന്ന ശരിയായ ജ്ഞാനം ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണയുടെ പിന്നാലെ പോകുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ ദീപപ്രമാണത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ഭദ്രദീപം 5 തിരി വരെ പറഞ്ഞിട്ടുള്ളൂ, 9 തിരി വരെയാണ് ദീപപ്രമാണത്തിൻ്റെ പൂർണ്ണത. അപ്പോൾ നമുക്കത് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാവുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഏതായാലും പ്രണവത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി, ദീപപ്രമാണം സംബന്ധിച്ച കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അതുപോലെ നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ച് പറയുമ്പോൾ 1947 ജൂലൈ 22-നാണ് അത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്. ഇപ്പൊ 69 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു. ഈ വർഷം ജൂലൈ 22 70ാമത്തെ വർഷമാണ്. ആദ്യം 1921 ഗാന്ധിജി പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്, എന്നിട്ടാണ് ഔദ്യോഗികമാക്കിയത് 1947 ജൂലൈ 22. അതുപോലെ തന്നെ ദേശീയ പതാകയ്ക്ക് 3:2 എന്നുള്ള ഒരു പ്രപ്പോസലാണ് നമ്മുടെ ദേശീയ പതാക ഉണ്ടാക്കേണ്ടത്. പക്ഷെ നമ്മുടെ കുട്ടികളായിരിക്കുമ്പോൾ പടം വരയ്ക്കുമ്പോ ഞാനൊക്കെ പണ്ട് വരച്ചോണ്ടിരുന്ന ആദ്യം സമയോദരം വരയ്ക്കും, പിന്നെ അത് ദീർഘോദരമാക്കും, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു നാഷണൽ ഫ്ലാഗ് പ്രിന്റ് ചെയ്തെടുക്കേണ്ടത് ഒരു ഖാദി മെറ്റീരിയൽ മാത്രമായിരിക്കണം എന്നുള്ളതിന് റൂളുണ്ട്. ഇതിനെല്ലാം റൂള് വേവർ ഉള്ളത് ആകെ നമ്മുടെ നമ്മൾ അതിനെ ഉപയോഗിക്കുമ്പോൾ, പ്രൈവറ്റ് യൂസ്, പേഴ്സണൽ യൂസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ എക്സിബിഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ അടുത്ത് മറ്റൊരു കാര്യം ആലോചിച്ചപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റില് ഇന്ത്യൻ ദേശീയ പതാക ചവിട്ടിയുടെ രൂപത്തില് ഇന്ത്യൻ ദേശീയ പതാകയുടെ ചെരുപ്പുകൾ, ചപ്പലുകൾ, ചവിട്ടികൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പക്ഷെ ഞാൻ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ കണ്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിദേശകാര്യമന്ത്രി നമ്മുടെ സുഷമ സ്വരാജ് അടക്കം ഇടപെട്ട്
എന്നിട്ടാണ് അത് ആ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തത്. അതൊക്കെ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം തികച്ചും വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അത് ഇന്ന് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഉണ്ടാക്കുന്നത് കർണാടകയിലെ ഖാദി ഗ്രാമോദ്योग സംയുക്ത സംഘം, എന്റെ വായിലത് വരുന്നില്ല, കർണാടകയിലെ ഖാദി ഗ്രാമോദ്योग മാത്രം, അതെ, ഖാദി ബോർഡ് ഇവർക്ക് ഏൽപ്പിച്ച് അവർ മാത്രമേ ഇന്ന് നാഷണൽ ഫ്ലാഗ് മാനുഫാക്ചർ ചെയ്യാൻ പാടുള്ളൂ അല്ലെ? ഇന്ത്യയിൽ ആകെ ചെയ്യുന്നത് ഇപ്പൊ കർണാടകയിലാണ്. അതെ അതെ അതെ. ഏതായാലും ദേശീയ പതാകയെ സ്നേഹിക്കാനും ദേശീയ പതാകയെ ഓർത്തും ഇന്ത്യയുടെ ഒരു സംസ്കാരത്തെ ഓർത്തും ഒക്കെ അഭിമാനം കൊള്ളാനും ഒക്കെ നമ്മുടെ ഓരോ ഭാരതീയനും സാധിക്കട്ടെ അല്ലെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് പൂർത്തിയാക്കുകയാണ്. വീണ്ടും കാണാം വരെ. തീർച്ചയായിട്ടും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.